ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴത്തോരും മുമ്പേ എന്ന സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ മനുവും ഗംഗേട്ടനുമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എനിക്കൊരു ഐഡിയ ഇല്ല, മനുവിന് ഇതെങ്ങനെ മുന്നോട്ട് പോകുന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇനി വൈജ വന്നാൽ എന്തെല്ലാം ഭൂകമ്പങ്ങൾ ഉണ്ടാകുമെന്നൊന്നും അറിയില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ മനു പറയുകയാണ്, അങ്കിളെ നമുക്ക് ആ വൈജ ആൻറ്റിയെ ഒന്ന് അറിയിച്ചാലോ, ഒരു ചെറിയൊരു ക്ലൂ കൊടുത്താലോ, അതൊക്കെ വളരെ ഡേഞ്ചറാണ്. അപ്പോൾ വൈജയന്തി എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് അറിയില്ല, ചിലപ്പോൾ ഒരു പൊട്ടിത്തെറി ഉണ്ടാകാം, ചിലപ്പോൾ അവൾ ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ ഡൈവേഴ്സിന് പോവുക, ബാലചന്ദ്രനെ ഫേസ് ചെയ്യാൻ അവൾക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ആലോചിക്കുകയും വേണ്ടെന്നൊക്കെ ഗംഗാധരൻ പറയുകയാണ്. ബാലേന്ദ്ര അങ്കിളും കണക്കാണ്, വൈജ ആൻറ്റിയും കണക്കാണ്. ഒരടി അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും മാറില്ല, രണ്ടുപേരും ഒപ്പത്തിനൊപ്പമാണ് നിൽക്കുന്നത്. ഇനി ഏതവസ്ഥയിലാണ് വരുന്നതെന്ന് എനിക്കറിയില്ലെന്ന് മനുവും പറയുകയാണ്. ഇനി ചിലപ്പോൾ ആൻറ്റി വീട് വേറെ എടുത്ത് ബബിതയും രോഹിത്തിനെ കൊണ്ട് മാറുമെന്നുള്ള എനിക്കൊരു സംശയം ഉണ്ടെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ ഗംഗേട്ടൻ ചോദിക്കുകയാണ്. എല്ലാം കൊണ്ടും ഒരു തലവേദന ആയല്ലോ ഇതെന്നൊക്കെ ഗംഗേട്ടൻ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അലീന അവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് വെക്കുകയാണ്. എന്നിട്ട് രണ്ടുപേരും കഴിക്കാനായിട്ട് വിളിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ബാലചന്ദ്രന് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഇറങ്ങി വരികയാണ്. എന്നിട്ട് മൂന്നുപേരും കൂടി ചേർന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് സന്തോഷമായിട്ട് ഗംഗേട്ടൻ ഇറങ്ങുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, ഞാൻ ഹോസ്പിറ്റലിലോട്ടാണ്. അപ്പോൾ ഗംഗേട്ടനെ അവിടെ വൈജയെ കാണാൻ പോകുന്നതെന്നല്ലേ പറഞ്ഞു. അപ്പോൾ അവിടെ പോയിട്ട് തിരിച്ച് അങ്ങോട്ട് നീലഗിരിയിലോട്ട് ഞാൻ ടാക്സി അറേഞ്ച് ചെയ്ത് തരാമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഗംഗേട്ടൻ അവരോടെല്ലാം യാത്ര പറഞ്ഞിട്ട്, അതായത് അലീനയോടും കൃഷ്ണമോളോടും മനുവിനോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ബാലചന്ദ്രനോടൊപ്പം ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ അലീനയും മനുവും ഒപ്പം കൃഷ്ണചേട്ടൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ മനു ചോദിക്കുകയാണ്, അലീന എല്ലാ സത്യങ്ങളും എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു, ഞാൻ അവസാനമാണ് അറിഞ്ഞത്, നിനക്ക് എന്നോടൊരു വാക്ക് പറഞ്ഞുകൂടിയിരുന്ന അലീന ചോദിക്കുകയാണ്. ഞാനല്ലേ നിന്നെ ഇവിടെ കൊണ്ടുവന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നീ എന്തിനാണ് എന്നോടെല്ലാം ഒളിച്ചു വെച്ചത്, നിൻ്റെ ജന്മരഹസ്യം എന്നോട് പറഞ്ഞുകൂടിയിരുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അലീന അതിനുള്ള മറുപടി പറയുകയാണ്, എനിക്ക് അങ്ങനെ പറയാനുള്ള ഒരു ഇതില്ലായിരുന്നു, എനിക്ക് വിലക്കായിരുന്നു, ഞാൻ ബ്രിജിത അമ്മയുടെ സത്യം ചെയ്തിരുന്ന ഈ രഹസ്യം ഞാൻ ഒരിക്കലും അറിയില്ല എന്നുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ആരോടും പറയാത്തതെന്ന് പറയുകയാണ്. മാത്രമല്ല ആദ്യം അച്ഛനാണ് അറിഞ്ഞത്, ബാലചന്ദ്രൻ സാറ്. അത് കഴിഞ്ഞിട്ട് കൃഷ്ണചമോൾ അറിഞ്ഞെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു, അവളുടെ സ്നേഹപ്രകടനം എല്ലാം കണ്ടപ്പോൾ എനിക്കത് മനസ്സിലായതാണ്. അപ്പോൾ കൃഷ്ണ ചോദിക്കുകയാണ്, നിന്നിട്ട് എൻ്റെ ചേച്ചി എന്നോട് അതിനെപ്പറ്റിയും ചോദിക്കാത്തത്. ഞാൻ ചോദിച്ചില്ല മോളെ, നിൻ്റെ ആ സ്നേഹമൊക്കെ കണ്ട് ഞാൻ ആസ്വദിക്കുകയായിരുന്നു. ശരിക്കും നീ ഇല്ലാത്ത സമയത്ത് ഞാൻ നിൻ്റെ ആ സ്നേഹത്തെ ഓർത്തൊക്കെ ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ടെന്ന് ഒക്കെ പറയുകയാണ്. കരഞ്ഞ വെറുതെ അല്ല, സന്തോഷം കൊണ്ടാണ് ഞാൻ കരഞ്ഞതെന്നൊക്കെ അലീന പറയുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിഞ്ഞല്ലോ. ഇപ്പോൾ അങ്കിൾമാരറിഞ്ഞു, ഗംഗാധര അങ്കിൾ അറിഞ്ഞു, എല്ലാവരും എല്ലാ കാര്യവും അറിഞ്ഞു. പക്ഷേ ഇതൊന്നും നീ പറഞ്ഞിട്ടല്ലല്ലോ അലീന അറിഞ്ഞത്, എല്ലാവരും ഊഹിച്ചെടുത്തില്ല. ഇപ്പോൾ ബാലചന്ദ്രൻ അങ്കിൾ ഫോണിൻ്റെ റെക്കോർഡ് കൂടി അറിഞ്ഞെന്ന് പറയും. ഗംഗാധര അങ്കിൾ ഊഹിച്ചെടുത്താണ് അറിഞ്ഞത്. പിന്നെ ഗംഗാധര അങ്കിൾ പറഞ്ഞാണ് അച്ഛനും കൊച്ചച്ഛനൊക്കെ ഇതറിഞ്ഞത്. ഒരിക്കലും അലീന നീ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല സത്യം, നീ ആ ബ്രിജിതാമ്മയ്ക്ക് കൊടുത്ത സത്യം അങ്ങനെ എന്നെ കാത്തു സൂക്ഷിച്ചെന്ന് മനു പറയുകയാണ്. പക്ഷേ സത്യം അറിയാതെ പോയത് ഞാൻ മാത്രമാണ്, എന്നോട് അങ്കിളാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഇതിനുള്ളൊരു പോംവഴി എങ്ങനെയെങ്കിലും കണ്ടെത്തണം. അപ്പോൾ ഇനി ആൻറ്റി ഇവിടെ വന്നാലും നീയായിട്ട് ഒത്തുചേരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പല പ്രശ്നങ്ങളും ഉണ്ടാവും, കുടുംബം തകരും, അത് ഒഴിവാക്കിയേ പറ്റുള്ളൂ എന്നൊക്കെ മനു പറയുകയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ ക്ലൂ കൊടുക്കാം എന്ന് പറയുകയാണ്. ക്ലൂ കൊടുക്കാൻ മനുവേട്ട് എന്തൊക്കെയാണ് ഈ പറയുന്നത്? അതെ അലീന, നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ കുടുംബം താറുമാറായപ്പോൾ അങ്കിളും ഒരടി വിടില്ല, ആൻറ്റിയും വിടില്ല. അപ്പോൾ രണ്ടുപേർക്ക് അനുയോജ്യമായൊരു തീരുമാനം എടുത്ത് വേണം നമുക്ക് മുന്നോട്ട് പോകാം. ആൻറ്റി ഇനി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഡിസ്ചാർജായി വരുമല്ലോ. അപ്പോൾ വേറൊരു വീടെടുത്ത് പോകാൻ സമ്മതിക്കരുത്, രോഹിത്തിനും ഭവിത ഇങ്ങ് കൊണ്ടുവരണം, എല്ലാം പഴയ പോലെ തന്നെ പോകണം, അതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിനുള്ളൊരു പദ്ധതി ഞാൻ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നൊക്കെ മനു പറയുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ബാലചന്ദ്രനും ഗംഗാധരനും കൂടെ ഹോസ്പിറ്റലിൽ എത്തുകയാണ്. അപ്പോൾ വൈജയെ കാണുന്നില്ലേന്ന് ബാലചന്ദ്രൻ ചോദിക്കുകയാണ്. അപ്പോൾ എനിക്ക് ആ സ്ത്രീയെ കാണേണ്ട ഒരാവശ്യമില്ലെന്നും, പിന്നെ എൻ്റെ മക്കളുടെ അമ്മ എന്ന നിലയിൽ ഞാൻ അവരുടെ ഹോസ്പിറ്റൽ കാര്യങ്ങൾ നോക്കുന്നതേ ഉള്ളൂ എന്നും, എനിക്ക് അവളെ കാണാൻ ആഗ്രഹമില്ലെന്നൊക്കെ ബാലചന്ദ്രൻ പറയുകയാണ്. പക്ഷേ അതിനൊരു മറുപടിയും പറയാതെ ഗംഗാധരൻ നേരെ വൈജയെ കാണാനായിട്ട് റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ നേഴ്സ് വൈജയെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ വൈജ ഉറങ്ങുമായിരിക്കും. അപ്പോൾ വൈജയെ തട്ടിയിട്ട് വിളിക്കുകയാണ്. അപ്പോൾ വൈജ കണ്ണ് തുറന്ന് സംസാരിക്കുകയാണ് ഗംഗാധരനോട്.
അപ്പോൾ അവിടെ നേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഗംഗാധരൻ പറയുകയാണ്, അപ്പോൾ എനിക്ക് കുറച്ച് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇത് ഒന്നും അല്ലല്ലോ, എനിക്ക് ഒന്ന് മാറാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നേഴ്സ് പറയുകയാണ്, കൂടുതൽ സംസാരിപ്പിക്കരുത്, വായിൽ നിന്ന് ബ്ലഡ് വരാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ പറയുകയാണ്. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറയുകയാണ്. പിന്നെ നിങ്ങൾ കുഴപ്പമില്ല, എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് നേഴ്സ് ദേഷ്യത്തിൽ പോവുകയാണ്. എന്നിട്ട് ഗംഗാധരൻ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ വൈജ, നീ ഇനിയെങ്കിലും ഒന്ന് അടങ്ങണം, ബാലചന്ദ്രനായിട്ട് ഒത്തു പോകണമെന്നൊക്കെ പറയുകയാണ്. ഇവിടെ നടന്ന കോലാഹലങ്ങളൊക്കെ നീ അറിഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വൈജയന്തി സ്വരത്തിൽ സംസാരിക്കുകയാണ്, ഞാൻ ആരോടും പറഞ്ഞിരുന്നില്ല അലീനെ തട്ടിക്കൊണ്ട് പോകണമെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ ഇതുവരെ ആവശ്യപ്പെട്ടിട്ടും ഇല്ല എന്നൊക്കെ പറയുകയാണ്. അതൊക്കെ ഞാൻ സമ്മതിച്ചു, പക്ഷേ അങ്ങനെയൊക്കെ സംഭവിച്ച് ഞാൻ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ശിവനരാജ് ജയിലിൽ കിടക്കുമായിരുന്നു, അവരുടെ ഭാവി തന്നെ പോകുമായിരുന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ വൈജ, ഇനി എന്താണ് നിൻ്റെ തീരുമാനം, നീ ബാലചന്ദ്രനായിട്ട് ഒത്തുപോകാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ വൈജയന്തി ദേഷ്യപ്പെടുകയാണ്, എനിക്കിനി അങ്ങേരുമായിട്ടുള്ള ഒരു ബന്ധവും വേണ്ട, ഞാൻ ഡിസ്ചാർജായി കഴിഞ്ഞാൽ വേറെ വീടെടുത്ത് താമസിച്ചോളാം, അയാളുടെ പ്രിയപുത്രിയും കൂടെ അവിടെ താമസിക്കട്ടെ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഗംഗാധരന് ദേഷ്യം വരികയാണ്. അപ്പോൾ നീ അത്ര പതിവ്രതയാണോ, നീ ആഗ്രയിൽ എങ്ങനെയാണ് ജീവിച്ചത്? ബാലചന്ദ്രൻ എന്ന് പറയുന്ന അയാൾക്ക് ഏതോ ഒരു വേശ്യയിൽ ജനിച്ച മകളെയും കൊണ്ട് വന്നിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് അവളെ മകളായിട്ട് അംഗീകരിക്കേണ്ട ഒരു ആവശ്യമില്ലെന്ന് വൈജ പറയുകയാണ്. അപ്പോൾ ഗംഗേട്ടൻ പറയുകയാണ്, നീ ആഗ്രഹം എങ്ങനെയാണ് ജീവിച്ചത്? അപ്പോൾ നീ ഒരു കുഞ്ഞിനെ വിവാഹത്തിന് മുമ്പ് പ്രസവിച്ചല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ഗംഗേട്ടൻ. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് വൈജ പറയുകയാണ്, എപ്പോഴും ഗംഗേട്ടൻ എന്തിനാണ് ആഗ്രയിലെ കാര്യം വിളിക്കുന്നതെന്ന് ചോദിക്കണം, അതിന് ചില ഉദ്ദേശങ്ങളുണ്ടെന്ന് പറയുകയാണ് ഗംഗേട്ടൻ. നിനക്ക് പറ്റിയ അതേ തെറ്റ് തന്നെയാണ് ബാലചന്ദ്രന് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നീ പ്രസവിച്ച കുട്ടി അന്ന് മരിച്ചു പോയില്ല, 23 വർഷങ്ങൾക്ക് ശേഷം അത് തിരിച്ചു വന്നെങ്കിൽ നിൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കും, നീ അതിനെ സ്വീകരിക്കുമോ ഇല്ലയോ, അതാണ് എനിക്കറിയേണ്ടതെന്ന് ഗംഗേട്ടൻ ചോദിക്കുകയാണ്. അപ്പോൾ ഒരു മറുപടിയും പറയാതെ വൈജയന്തി അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതേപോലൊരു തെറ്റാണ് സംഭവിച്ചത് ബാലചന്ദ്രൻ. അപ്പോൾ ഒരു വിവാഹത്തിന് മുമ്പ് ഒരു ബന്ധമുണ്ട്, അതിലൊരു കുട്ടി പിറന്നെന്നുള്ളത് ഈ അടുത്ത സമയത്താണ് ബാലചന്ദ്രൻ അറിയുന്നത്. അപ്പോൾ ആ കുട്ടി വന്നപ്പോൾ അതിനെ തിരസ്കരിച്ചില്ല, സ്വീകരിക്കുകയാണ് ചെയ്തത്. അത് ഇത്ര വലിയ കുറ്റമാണോ എന്നൊക്കെ ഗംഗേട്ടൻ ചോദിക്കുകയാണ്. പക്ഷേ അതിനൊന്നും ഒരു മറുപടിയും പറയാതെ വൈജയന്തി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്